ഹലോ ഫ്രണ്ട്സ്, ദേശീയപാത 66 വികസന പ്രവർത്തികളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമ്മൾ 7 ലോഡ് വരെയായിരുന്നു, കണ്ണൂർ ജില്ലയിലെ 7 ലോഡ് വരെയായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ 7 ലോഡ് മുതൽ പയ്യന്നൂർ ബൈപ്പാസ് കോത്തായി മുക്ക് വരെയാണ്, അതായത് പയ്യന്നൂർ ബൈപ്പാസ് അവസാനിക്കുന്ന കോത്തായി മുക്ക് വരെയാണ് ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണ് ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക. ഒട്ടും സമയം കളയുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, 7 ലോഡ് ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ അണ്ടർപാസിൻ്റെ മുകളിലൂടെ അപ്രോച്ച് റോഡെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. എല്ലാം വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ സർവീസ് റോഡിന് പണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാം ഫിനിഷിങ് പ്രവൃത്തി കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഈ ഭാഗത്തൊക്കെ ഇനി സെക്കൻഡ് ലെയർ തേർഡ് ലെയറൊക്കെ ടാറിങ് പ്രവൃത്തികൾ നടക്കാനുണ്ട്. അതേപോലെ തന്നെ സർവീസ് റോഡിലും ടാറിങ് ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ടുണ്ട്. അവസാന ലെയർ ടാറിങ് പ്രവൃത്തികൾ നടക്കാനുണ്ട്. അതേപോലെ തന്നെ ചില സർവീസ് റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ട് വീണ്ടും റീകണ്ടീഷൻ ചെയ്യാൻ ബാക്കിയുണ്ട്. അതൊക്കെ ഇനി വർക്കുകൾ കുറേ ഉണ്ട്. മെഗാ കൺസ്ട്രക്ഷൻ്റെ കുറേ വർക്കുകൾ ഇനിയും നടക്കാനുണ്ട്. പക്ഷേ കഴിഞ്ഞ വീഡിയോ എടുത്തതിന് അതിന് ശേഷമുള്ള വീഡിയോക്ക് നല്ല മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നേരത്തെ പോലെയല്ല, കുറച്ച് വർക്കുകൾ ഇവർ സ്പീഡാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പയ്യന്നൂർ ബൈപ്പാസിൻ്റെയും വർക്കുകൾ ഇനിയും നടക്കാൻ കുറേ ബാക്കിയുണ്ട്. കാരണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ എന്ത് ഇങ്ങനെ ലേറ്റാന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരം എന്ന് പറയും, ഭയങ്കര മഴയാണ്. മഴയുള്ള സമയത്തുള്ള വർക്ക് ചെയ്യാൻ പറ്റുന്ന വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ബാക്കിയുള്ള വർക്ക് ചെയ്യാൻ, അതായത് മഴ സമയത്ത് ചെയ്യാൻ പറ്റുന്ന വർക്കൊക്കെ ചെയ്യാം. പക്ഷെ അവരെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെറുതെ ഒരു മെല്ലെ പോക്കാന്ന് പയ്യന്നൂർ ബൈപ്പാസ്. ഇല്ലെങ്കിൽ എപ്പോഴേ, കാരണം വേറെ ട്രാഫിക്കോ ലൈൻ അങ്ങനെയൊന്നും സംഭവമേ ഇല്ല. ജസ്റ്റ് റീറ്റിൻ വാൾ കെട്ടണം, മണ്ണിട്ട് ഉയർത്തണം, ആ മണ്ണ് ഫില്ല് ചെയ്യണം, ആ റീറ്റിൻ വാൾ, അങ്ങനത്തെ ഒരു വർക്കേ ഉള്ളൂ അവർക്ക്. വേറെ ഈ വാഹനങ്ങൾ ട്രാഫിക് അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെയുള്ള വർക്കിനൊക്കെ ഇത്ര ലാഗായിട്ട് കൊണ്ടുപോയെങ്കിൽ നല്ല ഈസി ചെയ്യേണ്ട വർക്കാണ് പയ്യന്നൂർ ബൈപ്പാസ്. ആകെ അത്ര കിലോമീറ്ററേ ഉള്ളൂ. ആ വർക്ക് വരെ ഇവർ ലാഗായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ ഏകദേശം മനസ്സിലാവും. ഈ ഭാഗത്തൊക്കെ ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞ് വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, നല്ല മാറ്റങ്ങളുണ്ട്. ചില സ്ഥലങ്ങളൊക്കെ നല്ല മാറ്റങ്ങളുണ്ട്. നമ്മൾ ഏകദേശം പയ്യന്നൂർ ബൈപ്പാസ് എത്താറായിട്ടുണ്ട്. ഇതിവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. ഇത് പുതുതായിട്ട് വന്ന അണ്ടർപാസ്സാണ്. നേരത്തെ ഇവിടെ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് ഈ അണ്ടർപാസ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ വർക്ക് കുറച്ച് പെൻഡിങ്ങിൽ ലാസ്റ്റാണ്, അവസാനത്തിലാണ് പ്രവൃത്തികൾ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവൃത്തികളും കുറച്ച് ലാസ്റ്റായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇവിടെ അണ്ടർപാസ് അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഈ ഭാഗത്ത് അണ്ടർപാസ് അനുവദിച്ച് കിട്ടിയത്. അതിൻ്റെ പ്രവൃത്തികളിപ്പോൾ നല്ല സ്പീഡിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ അതിന് ശേഷം അവിടുന്ന് ഡൈവേഷൻ സർവീസ് റോഡിലൂടെ ആണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പുതിയ റോഡിലേക്കാണ്, അതായത് മെയിൻ റോഡിലേക്കാണ് ഇവിടുന്ന് ഡൈവേഷൻ കൊടുത്തിട്ടുള്ളത്.
എടാട്ട് മുതലാണ് നമ്മുടെ പയ്യന്നൂർ ബൈപ്പാസ് ആരംഭിക്കുന്നത്. അപ്പം വീടിൽ നിന്നാണ് ഇപ്പോൾ പയ്യന്നൂർ ബൈപ്പാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പുറത്തെ ബാക്കിയുള്ള വർക്കാണ് നടക്കേണ്ടത്. അപ്പം ഇനിയിപ്പോൾ ഈ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ഈ അണ്ടർപാസിൻ്റെ അടുത്തേക്ക് ആരംഭിച്ചാൽ അപ്പം അണ്ടർപാസിൻ്റെ അടിയിലൂടെ ആയിരിക്കും ബാക്കി കണ്ണൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഡൈവേഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല ഉയരത്തിലാണ് ഇപ്പോൾ ഇവിടെ മണ്ണിട്ട് ഉയർത്തി വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് ബാക്കിയുള്ള പ്രവൃത്തികളാണ് നടക്കാനുള്ളത്. മറുവശത്തും ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. പയ്യന്നൂർ ബൈപ്പാസിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റാണിത്. അപ്പം ഇവിടുന്നാണ് പയ്യന്നൂർ ബൈപ്പാസ് ആരംഭിക്കുന്നത്. അപ്പം പണി നേരത്തെ തുടങ്ങിയാണ്. ഏകദേശം പയ്യന്നൂർ ബൈപ്പാസിൻ്റെ വർക്ക് ആരംഭിച്ചിട്ട് കുറേ ആയി. പക്ഷേ ഇതുവരെയും എത്തുന്നില്ല പ്രവൃത്തികൾ. ഇപ്പോൾ ഇവിടെ അണ്ടർപാസിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത് തന്നെ ഈ അണ്ടർപാസിൻ്റെ അടിയിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ട് ബാക്കിയുള്ള മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ഇവിടുന്ന് ആരംഭിക്കും. പയ്യന്നൂർ പുഴക്ക് കുറുകെ 3 സ്പാനുള്ള ഒരു പാലവും കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ പാലത്തിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ ഒരു തണൽ ഇക്കോ പാർക്ക് ഉണ്ട്. അതിലേക്ക് ഇവിടെ ഈ പാലത്തോട് കൂടി തന്നെ ഒരു അണ്ടർപാസും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള വർക്കാണ് ഇനി നടക്കേണ്ടത്. ഇപ്പം അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ്. ഇപ്പോൾ ഇവിടെയുള്ള നല്ല മണ്ണിട്ട് ഉയർത്തിയിട്ട് ഉള്ള വർക്കാണ് നടക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. പ്രവൃത്തികളൊക്കെ വളരെ മന്ദഗതിയിലാണ് ഈ പയ്യന്നൂർ ബൈപ്പാസിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ ഒരു 6 മാസം 7 മാസം മുമ്പ് എന്തോ വീഡിയോ എടുത്തതാണ് പയ്യന്നൂർ ബൈപ്പാസിൻ്റെ. പക്ഷേ അതിനുശേഷം യാതൊരുവിധ വലിയ മാറ്റങ്ങളൊന്നും ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ഈ പയ്യന്നൂർ ബൈപ്പാസിന് അടുത്തടുത്താണ് കൾവേർട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം 2 സൈഡും ഇത് വളരെ ചതുപ്പ് നില ആയതുകൊണ്ട് തന്നെ പഴയ കൃഷി ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലും കൾവേർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ പഞ്ചായത്ത് റോഡിനുള്ള അണ്ടർപാസും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വർക്കൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അണ്ടർപാസിൻ്റെ വർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, താഴെ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും.
പയ്യന്നൂർ ടൗണിൽ നിന്ന് ചെറുപുഴ ഭാഗത്തേക്ക് പോകുന്ന റോഡിന് കുറുകെയുള്ള ഒരു അണ്ടർപാസ്സാണ്. ഒരു സ്പാനിൻ്റെ അണ്ടർപാസ്, നല്ല വലിയ അണ്ടർപാസ്സാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അതിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കേണ്ടത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ, ബൈ ബൈ.